ഹായ് നമസ്തേ, കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കാട്ടാളന്റെ റിവ്യൂ ആയിട്ടാണ്. പിന്നെ മഴ ആയതുകൊണ്ടാണ് കാറിൽ ഇരിക്കണത്, എല്ലാവരും അനുകരിക്കുകയല്ല. ഉള്ള കാര്യം ഇപ്പോഴും ഞങ്ങൾ പറയാം. അപ്പം എന്താണ് കാട്ടാളൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ട്? കാട്ടാളൻ എന്തൊക്കെയോ ആണ്, എനിക്കൊന്നും ഒരു കണക്ഷൻ കിട്ടിയില്ല സത്യം പറഞ്ഞ. സിനിമ അവര് എടുത്തിട്ടുണ്ട്, എല്ലാ സീനും നല്ല അത്യാവശ്യം ക്വാളിറ്റി തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആരുമായിട്ടും ഒരു കണക്ഷൻ വന്നില്ല. ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. ചുമ്മാ ആവശ്യമില്ലാതെ കുറെ കുത്തി നിറച്ച് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു നല്ല പടം ആവൂല. സത്യം പറഞ്ഞാൽ ഈ മാർക്കോ ആയിട്ടൊന്നും നിങ്ങൾ കമ്പയർ ചെയ്യാൻ പോലും ഇല്ല പടം. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ആന്റണി വർഗീസ് പെപ്പയ്ക്ക് എന്തോ ഒരു സ്വാഗ് കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എന്തോ ക്യൂബ്സ് എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാർക്കോയ്ക്ക് ശേഷം ഒരു വയലൻസ്, അതായത് അവർ അത് തന്നെ പിടിച്ചിട്ട് കാട്ടാളിന് വന്നത്. പക്ഷെ അത് അത്ര പൂർണ്ണതയായിട്ട്. പിന്നെ ഇത് ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഇന്നലെ കൊണ്ട് ആരൊക്കെയോ ക്യാമിയ വരുന്നു, ഇവരാണോ എന്നൊക്കെ ഇന്നലെ രാത്രി കൊണ്ട് റൂമർ വന്ന് ഒരുപാട് റൂമറുകൾ അങ്ങനെ പെട്ടെന്ന് ബുക്കിംഗ് കയറി. ആ ഒരു ഇതില് ചിലപ്പോ അതൊക്കെ ഇനി അവരെ തന്ത്രങ്ങളാണെന്ന് അറിഞ്ഞൂടെ. അതത്രേ ഉള്ളു. ആ ക്യാമിയോള് ഇല്ല, അതായത് മെയിൻ ക്യാമിയോ ഇല്ലെന്ന് ഉണ്ണിമൂന്നൻ ഫിലിംസ് അവര് ഉണ്ണിമുന്തൻ ഇല്ല എന്നുള്ള ഈ കളിയിലെ ഒരേ ഒരു രാജ്യം അത് ഞാൻ. അത് തന്നെ, സിംഹത്തിന്റെ ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ അത് ഉള്ള കാര്യം ഉള്ള പോലെ പറയണമല്ലോ. അത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടത്തിൽ എന്തിനാണ് പിന്നെ നമ്മുടെ ഹനാൻഷയെ പറ്റി പറയാനുണ്ട്. പുള്ളി എന്തോ ഒരു ഊമയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ? ഊമയല്ലേ? ഊമ ആയിരിക്കുമല്ലോ, എന്തോ ഒരു ഡയലോഗ് ഇല്ല. ഞാൻ വെച്ച് ഊമയായിരിക്കും എനിക്ക് അറിഞ്ഞൂടാ. അത്രേ ഉള്ളു. പിന്നെ ഉമ്മൊന്നും മിണ്ടായിരിക്കും, സിഗരറ്റ് വായി കൊടുത്തിട്ട്. അതന്നെ, ഊമയാണെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും പറയും. ഇപ്പം ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞ ഒന്നും പറയില്ല. ആരെ പറ്റി അത് പറയാം. അതുപോലെ തന്നെ നമ്മൾ ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞാൽ ബാലസംഘത്തിന്റെ തലവൻ. അത്ര എനിക്ക് ബാലസംഘത്തിന്റെ തലവനായിട്ടാണ് ഹിപ്സ്റ്റർ വരുന്നത്. വന്നേക്കണത്. വേറെ ഡെപ്ത് എന്ന് പറയാനായിട്ട് ഒരു ക്യാരക്ടറും ഇല്ല. എല്ലാം കുറെ സത്യം പറഞ്ഞ കഥ കൊള്ളാം. ഇവര് നല്ല രീതിക്ക് കുറച്ചും കൂടെ ആൾക്കാരുമായിട്ട് നമ്മളിപ്പോ ഒരു ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ക്യാരക്ടർ ആരാണ്, എന്താണ്, എങ്ങനെയെന്നൊക്കെ ഒരു ഇത് വന്നാലും നമുക്ക് ഇമോഷണലി കണക്ട് ആവും. അത് മാർക്കോല് സംഭവം മാർക്കോ റിവെഞ്ച് സ്റ്റോറി ആണെങ്കിൽ മാർക്കോല ഇമോഷൻ ഉണ്ട്. അപ്പൊ നമുക്കത് നല്ല കണക്ട് ആവും. ഇതിനകത്ത് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇമോഷൻ ഇല്ല. വെറുതെ അങ്ങോട്ട് കുറെ ഷോട്ടുകൾ എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ ചുമ്മാ അങ്ങോട്ട് കോർത്തിടുമല്ലോ. പിന്നെ എനിക്ക് മ്യൂസിക് അത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആവശ്യമില്ലാതെ മിസ്പ്ലേസ്മെന്റ് ആണ് എല്ലായിടത്തും ഒരേ ടൂണ്. ആവശ്യമില്ല 2 മണിക്കൂർ. പക്ഷെ അത് നന്നായി കേട്ടാ. പിന്നെ നമ്മള് VFX അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം കൊള്ളായിരുന്നു ടെക്നിക്കലി. ഇപ്പൊ നമ്മൾ ആനയുടെ സീനൊക്കെ ആണെങ്കിൽ പോലും അത് ഒറിജിനൽ ആന കാണിക്കുന്നുണ്ട്. തായ്ലൻഡ് ആണെന്ന് തോന്നുന്നു ഒറിജിനൽ ആന വെച്ചെടുത്തത്. തായ്ലൻഡോ ഇന്തോനേഷ്യ കണ്ടാണ്. ആ സീക്വൻസ് എല്ലാം നല്ലതായിരുന്നു. അല്ലെ അവസാനം കാണിക്കണുണ്ടോ ഒരേ ആന തന്നെ. പിന്നെ ജഗദീഷിനെ പറ്റി പറയുകയാണെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇമോഷണൽ സീൻ ഉണ്ടല്ലേ, അപ്പം ഈ കൊല്ലുന്നത് മരിക്കുന്നതൊക്കെ. പക്ഷെ അവിടെ പോലും എനിക്ക് ഒരു കണക്ഷൻ വന്നില്ല. ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. അതാണ് നമുക്ക് മാർക്കോയിൽ തമ്മിലേ. മാർക്കോയിൽ ആ ഒരു ഫാമിലി സൈറസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, വില്ലൻ വന്നിട്ട് മാർക്കോയുടെ കുടുംബത്തെ നമുക്ക് നശിപ്പിച്ചിട്ട് തിരിച്ചടിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് അത് തന്നെ ഇതിനകത്ത് അത് അങ്ങനെ ഒരു നിനക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ചെയ്തിട്ട് പോവാ ആ രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ഈ റോബോട്ടിക് ക്യാമിനുള്ള ഫൈറ്റുകൾ കണ്ട് സത്യം പറഞ്ഞപ്പോ ബോറടിച്ച് തുടങ്ങി. അതുകൊണ്ട് ആവശ്യമില്ലാതെ ഈ ഫൈറ്റുകൾ ഇതെന്ന് പറഞ്ഞാൽ ആന്റണി എന്താണ് പെപ്പയ്ക്ക് ഇരിക്കാൻ നേരമില്ല. ഒരു അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചേസ് അടി, വീണ്ടും അടി, അടിയോടടി. ഇതെന്തോ അടിവെടി അവിടെ എവിടെ പോയാലും അവിടെ വെടി, എവിടെ പോയാലും ഇവിടെ വെടി. ഓരോരോ. പിന്നെ 1-2 ചെറിയ ക്യാമിയോ റോളുകളുണ്ട്, ചെറുതല്ല. ഇത് ആര് ക്യാമിയോ ഉണ്ട്, പക്ഷെ ക്യാമിയോ കാണാനായിട്ട് പോണോന്നില്ല. ഒരു സിനിമ അങ്ങനെ വേണമെങ്കിൽ പോയി കാണാം. അൺഎക്സ്പെക്ടഡ് ക്യാമിയോ അത്ര അങ്ങനെ എക്സ്പെക്ടഡ് ക്യാമിയോ ആണ് അല്ലേ? ഏകദേശം. പക്ഷെ എനിക്ക് പെപ്പേനെക്കാളും സ്വാഗ് തോന്നിയ ആ ക്യാമ്പിൽ വന്നത് അതാണ് ഇത് ഒരു സത്യം. പിന്നെ ഏറ്റവും അവസാനം ഇവര് ആരും എൻഡ് ക്രെഡിറ്റ് വരെ എണീച്ച് പോവല്, കുറെ ടൈലന്റ് ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയോ വലുതാണെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നുമല്ല. അവസാനം പോലും ജസ്റ്റ് ഇല്ലല്ലോ. അത് തന്നെ. പക്ഷെ എന്താണ് പടം മൊത്തത്തിൽ പറയുമ്പോ സംഭവം ഒട്ടും കൊള്ളൂല. ഉള്ള കാര്യം ഞാൻ പറയല്ല, വേറെ ഒന്നുമില്ല. കാണാനും ആവറേജ് തോന്നിയടാ. ആവറേജ് എന്ന് പറയാം. ഓക്കെ,
അത്രേ ഉള്ളൊരു നമ്മള് നീ മാർക്കോ കണ്ടോണ്ടാണ് അങ്ങനത്തെ ഒരു കണക്ഷൻ നമുക്ക് ആയിരിക്കാം. പ്രശ്നം തോന്നുന്നത്. നമ്മൾ അങ്ങനെയല്ലേ പ്രതീക്ഷിച്ച് പോണത്. പ്രതീക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ യൂണിവേഴ്സ് ആണോ അല്ലേന്ന് പലർക്കും ഡൗട്ട് വരും. യൂണിവേഴ്സ് ആണെന്ന് ചോദിച്ചാ ചെറിയ രീതിയിൽ ഒരു ഭാഗം മാത്രം എടുത്ത് കണക്ഷൻ ചെയ്തേക്കണം. സിദ്ദിഖിനെ അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതന്നെ സിദ്ദിഖാണല്ലോ ആ ഒരു കണക്ഷൻ അത്രേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഓവർലാപ്പ് ചെയ്തൊക്കെ വരുന്നതാണ്. ഒന്നുമില്ല. ഒരേ ആൾക്കാര് തന്നെ രണ്ട് റോളായിട്ട് വരുന്നുണ്ട്. എക്സ്പെക്ടേഷൻ എന്തിനാണ് നിങ്ങൾ ഒട്ടും എക്സ്പെക്ടേഷൻ ഇല്ലാതിരുന്ന് കാണും അത്രേ ഉള്ളൂ. അതുപോലെ വൺ ടൈം വാച്ചബിൾ ആണ്. ഇല്ല അത്ര തന്നെ. പിന്നെ നല്ല ഒരുപാട് നെഗറ്റീവുകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വരുന്നുണ്ട്. എന്നാലും ഇപ്പൊ കാണാന്നുള്ളത് കാണാം, കുഴപ്പമില്ല. പിന്നെ ചില ഭാഗത്തൊക്കെ പെപ്പയ്ക്ക് ചെറിയൊരു സോഗൊക്കെ ഉണ്ട്. അത് ഈ അവര് ആ എഡിറ്റ് ഒക്കെ ചെയ്ത് കാസ്റ്റിംഗ് കംപ്ലീറ്റ് പാളിയെ തോന്നാടാ. പാളി ഉറപ്പാണ്. തുടക്കമില്ലേ മറ്റേ അതായത് സിനിമയുടെ എൻട്രി സമയത്ത് അവരൊരു പഴയ കഥ പറഞ്ഞു തുടങ്ങുമല്ലോ, അതില് ആ ക്യാരക്ടർ കൊള്ളായിരുന്നു. മറ്റേ അതൊക്കെ യങ്ങായിട്ടുള്ള മറ്റേ കാട്ടിലെ നേതാവ് പോലെ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ സിനിമയെ പറ്റി പറയാനായിട്ട്. തികച്ചും നമ്മളെ ഒപ്പീനിയൻ ആണ്. ആരും നമ്മളെ ഒപ്പീനിയൻ നോക്കി അതാണ് ശരിയെന്ന് പറഞ്ഞു പോകേണ്ട കാര്യമില്ല. നമ്മുടെ മൂന്നുപേരെയും ഒപ്പീനിയൻ അതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് നമുക്ക് പറയാനുള്ള ഒരു ആവറേജ് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു പടം അത്രേ പറയാനുള്ളൂ. അപ്പൊ മിസ്കാസ്റ്റിംഗ് ആയിപ്പോയി. കിങ് ഓഫ് കൊത്തര അനിയൻ എന്നൊക്കെ പറയാം. അത് തന്നെ എന്തൊക്കെ എടുത്തു വെച്ച് പക്ഷെ ഒന്നും ആയില്ല എന്നൊരു തോന്നല്. അപ്പൊ പുതിയ സിനിമാറ്റിക് വിശേഷങ്ങളുമായി കഫ്ലിക്സ് ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈക്ക്